നോമ്പുകാലം 3-ാം വാരം തിങ്കൾ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 4, വാക്യങ്ങൾ 24 മുതൽ 30 വരെ. യേശു നസറത്തിലെ സിനഗോഗിൽ വെച്ച് പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ പ്രവാചകൻ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടുവാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ട് പോവുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. വിശ്വാസമില്ലായ്മ മൂലം സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെടുന്നതിനെ പറ്റിയാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അനേകം വിധവകൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നിട്ടും അന്യനാട്ടുകാരിയായ സറപ്തായിലെ വിധവയുടെ അടുക്കലേക്കാണ് പ്രവാചകൻ അയക്കപ്പെട്ടത്. എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നിട്ടും സിറിയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. ദൈവവചനം ശ്രവിക്കുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സ് കഠിനമായിരുന്നു. കർത്താവ് ഒരു തച്ചൻ്റെ മകനായിരുന്നതുകൊണ്ട് അവൻ്റെ നാവിൽ നിന്നും വരുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചില്ല. കാരുണ്യവാനായ ദൈവമേ, എപ്പോഴെല്ലാം ദൈവവചനം ഞങ്ങൾ കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അവ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.